പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ബന്ധത്തിൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിനെതിരെ രൂക്ഷ വിമർശനവുമുയർത്തി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ഇന്ത്യ സഖ്യത്തിൽ മമതയെ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ബംഗാൾ അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി അല്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ മമതയുടെ പിന്തുണ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഖാർഗെ ഈ രീതിയിൽ പ്രതികരിച്ചത്. ബംഗാളിൽ തൃണമൂലും കോൺഗ്രസും സഖ്യത്തിലല്ല മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് ഇരു പാർട്ടി നേതാക്കളും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടക്കുന്നതിനിടെയാണ് ഖാർഗെയുടെ പ്രതികരണം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ തൃണമൂൽ സർക്കാരിൽ ഉണ്ടാകുമെന്ന് ഖാർഗെ വ്യക്തമാക്കി. ഒന്നാം UPA സർക്കാരിൽ ഇടത് പാർട്ടികൾ കോൺഗ്രസിനെ പുറത്തുനിന്ന് പിന്തുണച്ചതായും ഖാർഗെ പറഞ്ഞു. നേരത്തെ അധിർ മമതക്കും തൃണമൂലിനുമെതിരെ നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അധിർ രഞ്ജൻ ചൗധരിയുടെ പ്രസ്താവന വിവാദത്തിലായിരുന്നു. ഇതിന്റെ വീഡിയോ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഔദ്യോഗിക പേജിലൂടെ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയായിരുന്നു. ഇതിനിടെ മമതയ്ക്കെതിരായ തന്റെ വിമർശനം വ്യക്തിപരമല്ലെന്നും അധിർ രഞ്ജൻ ചൗധരി പ്രതികരിച്ചു. തന്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളുമായി ചേരാൻ തനിക്ക് കഴിയില്ല. മമതയ്ക്കെതിരായ തന്റെ പോരാട്ടം ധാർമ്മികമാണ്, വ്യക്തിപരമല്ല എന്നും ബംഗാളിലെ എന്റെ പാർട്ടിയെ സംരക്ഷിക്കാനാണ് എന്റെ ശ്രമം എന്നും അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. 1972 കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗൂർമട്കൽ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഖാർഗെ. പിന്നീട് 2008 തുടർച്ചയായി 9 തവണ അദ്ദേഹം നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ രൂപീകൃതമായ മന്ത്രിസഭയിൽ 7 തവണ ക്യാബിനറ്റ് വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായും പ്രവർത്തിച്ചു. 3 തവണ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും കോൺഗ്രസ് വിജയിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 1999 മുഖ്യമന്ത്രിയായ SM കൃഷ്ണയ്ക്കു വേണ്ടിയും 2004 മുഖ്യമന്ത്രിയായ ധരംസിംഗിന് വേണ്ടിയും 2013 മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യക്കും വേണ്ടിയും വഴിമാറിക്കൊടുത്തു. 2009-2014 വർഷങ്ങളിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുൽബർഗ് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി. 2014 മുതൽ 2019 വരെ ലോക്സഭ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി നേതാവായി പ്രവർത്തിച്ചു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുൽബർഗിൽ നിന്ന് മത്സരിച്ചെങ്കിലും BJP സ്ഥാനാർത്ഥിയായ ഉമേഷ് ജി യാദവിനോട് പരാജയപ്പെട്ടു. 2020 കർണാടകയിൽ നിന്നും രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഖാർഗെ 2021 മുതൽ 2022 വരെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2020 കർണാടകയിൽ നിന്നും രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഖാർഗെ 2021 മുതൽ 2022 വരെ രാജ്യസഭയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെച്ചു.